നമസ്കാരം. രുചിഭേദത്തിൽ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ അടുത്ത കുറച്ച് ദിവസങ്ങളിൽ നമ്മുടെ അജിത സ്പെഷ്യൽ ഫിഷ് ഡിഷസ് ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നും മീൻ കൊണ്ട് മറ്റൊരു വിഭവമായിട്ടാണ് അജിത ഇവിടെ വന്നിരിക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അതിന്റെ പേരും ഒക്കെ അജിതയോട് തന്നെ ചോദിക്കാം. അപ്പൊ അജിത, ഇവിടെ മീൻകറി എന്ന് ഞാൻ പറയാൻ ആദ്യം ഉദ്ദേശിച്ചു, പക്ഷെ മീൻകറി അല്ലെന്ന് മനസ്സിലായി. അതിന്റെ കൂടെ ഈ വാഴയിലെ നാരും ഒക്കെ കണ്ടപ്പോ ഒന്നും പിടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അജിതയോട് തന്നെ ചോദിക്കാമെന്നും പറഞ്ഞങ്ങ് ഹാൻഡ് ഓവർ ചെയ്ത്. എന്തുവാ സംഭവം? പൊള്ളിച്ചതാ അതിന് വാഴയില ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയോ സ്പെഷ്യലാണ് ഇത്, വാഴയിലേക്ക് വെച്ചിട്ടുള്ള സംഭവമാണ്. അപ്പൊ മത്തി പൊള്ളിച്ചതെന്നാണ് ഇന്നത്തെ വിഭവത്തിന്റെ പേര്. നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 6 മത്തി, 2 തക്കാളി, കുറച്ചറിയാം അധികം നമുക്ക് കരിവേപ്പില വേണം, 1 സവാള, 2 പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് ചതച്ച് പൊട്ടിച്ചത്, ഉപ്പ്, വാഴയിലയും നാരും. ഇത് ഇൻഗ്രീഡിയൻസിന്റെ കൂടെ പെടും. എന്നുവെച്ചാൽ ഇതാണ് പൊള്ളിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഘടകം. അപ്പൊ ഇതും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള പ്രിപ്പറേഷൻ പറ്റത്തുള്ളൂ. ഇനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് നമുക്ക് കണ്ടു മനസ്സിലാക്കാം. ആരംഭിക്കാം. അപ്പൊ മത്തി പൊള്ളിച്ചയിലേക്ക് കിടക്കാം. ആദ്യം ആ തക്കാളി വേവിച്ചെടുക്കാം. അപ്പൊ അതിനുവേണ്ടി ഇവിടെ ആദ്യമേ വെള്ളം ലേശം തിളപ്പിച്ച് വെച്ചോണ്ടിരിക്കുക അജിത. അപ്പൊ അതിന്റെ തോല് കെടുക്കാൻ അല്ലേ, ചൂടുവെള്ളത്തിൽ ഇടുമ്പോഴത്തേക്ക് തോല് അങ്ങനെ പോരും. അപ്പൊ നമുക്ക് പിച്ച് ചീന്തി ഒന്നും അത് ദശ പോവില്ല. അങ്ങനെ ദശ മൊത്തത്തിൽ കിട്ടുകയും ചെയ്യും, ഒന്ന് വാടി കിട്ടുകയും ചെയ്യും അല്ലേ. നന്നായിട്ട് വേവിക്കണം. മത്തി ഇതിലോട്ട് ഇടാം. മത്തി നമുക്ക് ഇങ്ങോട്ട് വെള്ളം വേണ്ടല്ലേ. ഇതിന് നല്ല നീറ്റായിട്ട് അത് ക്ലീൻ ചെയ്തിട്ടുണ്ട് അജിത. ഇനി മഞ്ഞപ്പൊടി, മുളക് പൊടി. ഓക്കെ, മഞ്ഞപ്പൊടി എത്രയാണ്? ഒരു 1/4 സ്പൂൺ. അപ്പൊ 1/4 സ്പൂൺ മഞ്ഞപ്പൊടി തൂറ്റിക്കട്ടെ. പിന്നെ മുളക് പൊടി എത്രയാ? നിറയെ 1 സ്പൂൺ. 1 സ്പൂൺ നിറയെ വേണം. ഓക്കെ. പിന്നെ ഉപ്പ് എത്രയാ? ആവശ്യത്തിന് മതിയല്ലോ ഈ മീനിന്. അപ്പൊ ഒരു 1/4 സ്പൂൺ എടുക്കാം അല്ലേ. നല്ല അയോഡൈസ്ഡ് ഉപ്പൊക്കെ ആവുമ്പോൾ കുറച്ച് മതി, അല്ലെങ്കിൽ മീനിൽ അത്ര ഉപ്പിന്റെ ടേസ്റ്റ് ആവും. 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിക്കാം. അപ്പോഴത്തേക്കും നമ്മൾ തക്കാളി അവിടെ നല്ല വെന്ത് ഉരുണ്ട് കളിക്കുന്നുണ്ട്. മതിയല്ലോ. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഈ തക്കാളിയുടെ പുറമേയുള്ള തോലൊന്ന് വിട്ട് കിട്ടാനാണ് നമ്മൾ ചൂടുവെള്ളത്തിലോട്ട് ഇട്ടിരിക്കുന്നത്. അത് നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് മാറി വരും. ഇങ്ങനെ ഉരിഞ്ഞെടുക്കാൻ നല്ല എളുപ്പമാണ്, ദശ ഒട്ടും പോയിട്ടുമില്ല. വെളിച്ചെണ്ണ മസാല നല്ല പെരണ്ടിരിക്കുന്നു, പോവില്ല, അങ്ങനെ തന്നെ ഇരുന്നോളൂ, ഒട്ടിയിരുന്നോളൂ. വെള്ളത്തിനേക്കാളും നല്ല ഒട്ടലാണ്ടാവുന്നു. ഇപ്പൊ മീനിങ്ങനെ ഉരിഞ്ഞിരിക്കുന്നതിന്റെ ഇടയിലോട്ട് കൂടെ ഈ മസാല ഒന്ന് പേസ്റ്റ് ചെയ്തേക്കണം. അപ്പൊ നല്ലതായിട്ട് അകത്ത് പിടിക്കും മസാല. പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന 1/4 സ്പൂൺ ഉപ്പ്, അതായത് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയും ചേർത്താണ് ഈ പ്രിപ്പറേഷൻ നമ്മൾ നല്ല ഈ മിക്സ്ചർ കംപ്ലീറ്റ് മീനിൽ പുരട്ടി വെച്ചു. അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെച്ചാൽ മതി. ഇത് കുറച്ചേരത്തേക്ക് വിശ്രമിക്കാൻ വിടാം. ഇനി അടുത്തത് തോലുരിയണം. ഇപ്പൊ തന്നെ എന്റെ തോല് ഇതായില്ലേ. ഇത് കുറച്ച് തണുക്കട്ടെ. അപ്പൊ നമുക്ക് ആ മത്തി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ഒന്ന് ചൂടാക്കാം.
അതിൻ്റെ ആവശ്യം കഴിഞ്ഞു അല്ലേ? 2 ഘട്ടം കഴിഞ്ഞു നമ്മുടെ മീനിൻ്റെ മസാല പുരട്ടൽ. തക്കാളി ചൂടുവെള്ളത്തിട്ട് അതിൻ്റെ സ്കിന്നും പീൽ ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത ഘട്ടമാണ് നമുക്ക് പാൻ ചൂടാക്കി. ഇനി ഇതിലേക്കാണോ വഴറ്റി എല്ലാം എടുക്കുന്നത്? ഇത് വറുത്തതിന് ശേഷം മീൻ വറുത്തിട്ട് പിന്നെ ബാക്കി ഇതെല്ലാം അരച്ചെടുക്കണം. ഓക്കെ. അപ്പം എനിക്കൊന്ന് ഇതല്ലേ ഉള്ളിയും എല്ലാം കൂടെ അരയ്ക്കണം. ഈ തക്കാളി എല്ലാം. അപ്പം തക്കാളിയുടെ തോല് കൂടെ നമുക്ക് മുറിച്ചെടുത്ത് വെക്കാം. അപ്പം നല്ല കളറിൽ കിട്ടും അല്ലേ? നല്ല റെഡ്നിങ് കളറിൽ സ്കിന്ന് മാത്രമായിട്ട് ഊരിപ്പോരും. നമ്മുടെ പാൻ ചൂടായി. വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. എത്രയാണ് വേണ്ടി വരിക? 2 സ്പൂൺ. അത് ഒന്ന് ജസ്റ്റ് ചൂടാക്കിയാൽ മതിയോ? ഒന്ന് ഫ്രൈ ആണ്, പകുതി ഫ്രൈ ആണ്. ഹാഫ് ഫ്രൈ ആണെന്നല്ലേ? ചൂട് മതി. എണ്ണ നല്ല ചൂടായിട്ടുണ്ടോ ഇടണ്ടേ? ചൂടായി പോയിട്ട് ഇട്ടേക്കല്ലേ? ഓരോരുത്തരായിട്ടങ്ങ് ഇട്ടാം. സാധാരണ പരിപാടിയാണെങ്കിൽ മീൻ പൊരിക്കുക എത്രയും മതിയല്ലോ, വേറെ ഒന്നും ചെയ്ത് പൊരിച്ചങ്ങടിക്കാം. ഇപ്പം പൊരിച്ചിട്ട് അതിനെ പിന്നെ നമുക്കിനി പൊള്ളിച്ചെടുക്കണം. അപ്പം ഇത് വറുക്കുമ്പോഴത്തേന് നമുക്കിത് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ 1-2 സൈഡും വാടിയെടുത്താൽ മതിയല്ലോ അല്ലേ? നല്ല ഫിഷ് ഫ്രൈഡ് ഒക്കെ മണം അടിച്ച് വരുന്നുണ്ട്. ഞാൻ ഇതൊക്കെയാണ്. അപ്പം തക്കാളി ഇപ്പോൾ 2 നമ്മൾ ഒന്ന് വേവിച്ചല്ല സ്കിന്നൊന്ന് സോഫ്റ്റൻ ചെയ്തു. അത്യാവശ്യം ഒന്ന് വാടിയിട്ടുണ്ടത്. ഇങ്ങനെ ചൂട് തക്കാളി. ഇത് മറിക്കാറായോ? ഇത് കുറച്ചുകൂടെ ആയിട്ടല്ലേ? ഇനി ആ സവാളയും കൂടെ. ഇത് 1 സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്. തീരെ നമ്മൾ നുറുങ്ങായിട്ട് മുറിക്കുന്നില്ല. പച്ചമുളക് 2 പച്ചമുളക്. പിന്നെ അതിന്റെ പകുതി കറിവേപ്പില. അത്യാവശ്യം കുറച്ചധികം കറിവേപ്പില വേണമെന്ന് ആദ്യമേ പറഞ്ഞത്. അതിൽ നിന്ന് പകുതി നമ്മളിപ്പോൾ അരയ്ക്കാനെടുത്ത് പകുതി അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഫിഷ് ഏകദേശം ആയിട്ടോ. ഒരു സൈഡ് മുരിഞ്ഞു. ഇനി മറുവശം കൂടെ ഒന്ന് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ചു തരാം. പേസ്റ്റ്. ഇതെത്രയാണ് വേണ്ടേ? ഇത് ഒരു 3/4 സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച പേസ്റ്റ്. പിന്നെ കുരുമുളക് 1/2 സ്പൂൺ അല്ലേ? അതും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത്. ഈ വെള്ളം ഒഴിക്കണോ? അരച്ചാൽ മതി. നല്ലതായിട്ട് അരച്ചു. അപ്പം തക്കാളിയുടെ ഉള്ളിയുടെ ആവശ്യമുള്ള നീര് വെച്ചിട്ട് നമുക്ക് ഇത് മരച്ചെടുക്കാം. നല്ല മഷിയാണോ? നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ അരച്ചത് ഏത് പരുവായെന്ന് നോക്കാം. ഇത് മതിയോ? മതി. നല്ല പേസ്റ്റ് ഫോം ആയിട്ടോ. ഇപ്പൊ ഒരു അര വേവിച്ച തക്കാളി, തോല് മാറ്റിയ തക്കാളി, ഉള്ളി, പച്ചമുളക്, കരിവേപ്പില, ഇത്രയും അരച്ച പേസ്റ്റാണിത്. പിന്നെ അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു 1/2 സ്പൂൺ ഒരു 3/4 സ്പൂൺ അതും ചേർത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ ഇവിടെ ഫ്രൈ. ഇനി അടുത്ത അത് എണ്ണ തന്നെ അല്ലേ ബാക്കി? ഇത് ഇത്ര എണ്ണ വേണ്ട, കുറച്ച് എണ്ണ മതി. ഓക്കെ, അപ്പം മാറ്റാം. അരച്ചൊക്കെ റെഡിയാക്കി ഇനി പാൻ വെച്ചിട്ട് നമുക്ക് അടുത്ത ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. ഇനി അടുത്ത എന്തുവാ? ഇനി 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കും. ഇതിൽ കേട്ടോ. മതിയോ? കുറച്ച് എണ്ണ മതി. ആദ്യം നമ്മൾ 2 സ്പൂൺ എണ്ണ ഒഴിച്ചു മീനൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ 1 സ്പൂൺ എണ്ണ. അടുത്ത പരിപാടിക്ക് ഇനി കടുകുട്ടിക്ക് കറിവേപ്പില. ഇത് എണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്ക് കടുകുട്ടിക്കാം.
ഇത് അരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വെള്ളം ഒഴിക്കാതെ വേണം അരച്ചെടുക്കുക അല്ലേ? നല്ല തിക്കായിട്ട് അതിലുള്ള നീര് മതി, വേറെ പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കും. കാരണം തക്കാളിയുടെ നീര് ഉള്ളിയുടെയും കൂടെ ആകുമ്പോൾ നല്ല തിക്ക് പേസ്റ്റായിട്ട് കിട്ടും അല്ലേ? ഒരു 1/4 സ്പൂൺ നമുക്ക് കടുകിടാം. ഇനി കരിവേപ്പില ഇതിലേക്ക് ഇടാം. തക്കാളി, ഉള്ളി, പച്ചമുളക്, കരിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച പേസ്റ്റ്, ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ചെടുത്താണ് ഈ മിശ്രിതം. വേറെ ചേരുവകളൊക്കെ ഇത് തന്നെ അല്ലേ? ഇനി അടുത്തുണ്ടോ പരിപാടി? നമ്മുടെ ഇല എത്തി. വാഴയില ഇത് വാട്ടിയതാണോ? ഇല വാട്ടിയെടുക്കണം കേട്ടോ. ഒന്ന് ഇങ്ങനെ ഫ്ലെയിമിൽ വെച്ചൊന്ന് ചൂടാക്കി ഇങ്ങനെ ഒന്ന് വാട്ടിയെടുത്തതാണ്. ഇതിലേക്ക് മത്തി വയ്ക്കും. ഉദ്ദേശം സാൻഡ്വിച്ച് പോലെ അല്ലേ? ഇച്ചിരി മതിയോ? ഇതിന്റെ മേളിലും ഇടും മത്തി വെച്ചിട്ടേ. ഇതിപ്പോ എത്ര മത്തിക്കോ? ഒരു മത്തിക്കോ? ഇത് 3 മത്തി. 3 മത്തിക്ക് അത്രയും മതി മസാല? ടോപ്പിംഗ് ആയിട്ട് ഒരു സാൻഡ്വിച്ച് പോലെ അല്ലേ? എൻ്റെ മേളിൽ സോസൊക്കെ പുരട്ടിയതുപോലെ അല്ലാതെ പാക്ക് ചെയ്തപ്പോൾ തോന്നിയിട്ട് വേണമല്ലോ. ഇച്ചിരി പേരൊക്കെ ഉണ്ട്. എന്ത് എളുപ്പം ഒന്നും നടക്കത്തില്ല അത്. ഒരു പാക്കറ്റ്. അതുപോലെ ഇനി ഇതും വെക്കട്ടെ. ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണം അല്ലേ? ഇതിൻ്റെ മേളിൽ ടോപ്പിംഗ് വെള്ളം. അത് ഇനി കെട്ടുവല്ലേ? ഇങ്ങനെ പൊതിച്ചോറൊക്കെ പണ്ട് അമ്മൂമ്മമാരൊക്കെ വാട്ടിയതിലൊക്കെ പൊതിച്ചോറ് കൊടുത്ത് വിടുന്നതാണ്. അതുമാതിരി ഉണ്ട് യാത്രക്കൊക്കെ പോകുന്നവർക്ക്. ഇതിനെ പൊള്ളിച്ചെടുക്കാം. ഈ പൊള്ളിക്കെന്ന് വെച്ചാൽ എന്തുവാ? അത് നമ്മൾ വറുത്തെടുക്കോ? അല്ല, പാൻ വെച്ചിട്ട്. ഇതിപ്പം ചട്ടിയിലാണ് സാധാരണ വെക്കുന്നത്. മൺചട്ടിയിൽ. മൺചട്ടി വെച്ചാൽ ഈ മീൻ വറുക്കുന്ന ഉണ്ടാക്കുന്ന ചട്ടിയല്ലേ? ഇപ്പൊ ഇത് വെച്ചാൽ മതിയോ? ഇതിലിങ്ങനെ ചുമ്മാ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കും. ഫ്രൈ ആക്കിയിടാം. സ്വല്പം മസാലയോടുകൂടി എണ്ണ ഇതിലൊഴിക്കും. സ്വല്പം അര സ്പൂൺ. കുറച്ച് മതിയല്ലേ? എല്ലായിടും ഒന്ന് തൂത്ത് സ്പ്രെഡ് ചെയ്താൽ മതി അല്ലേ? പാൻറ് ഫുൾ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇനി ഇതോരോന്നും ഇലയോടുകൂടി തന്നെ അടച്ചിടണം. ഇങ്ങനെ ഓപ്പൺ മതി. ചെറുതീന്ന് മൂടി. ഇത് എത്ര മിനിറ്റ് വെക്കണം ഇങ്ങനെ? 2 മിനിറ്റ്. എന്നിട്ട് തിരിച്ച് മറിച്ച് ഇട്ടുകൊണ്ടിരിക്കണം. അങ്ങനെ എത്ര പ്രാവശ്യം? 2-3 പ്രാവശ്യത്തോളം ചെയ്യണം. അതൊന്ന് ഫ്രൈ ആകുന്നിടം വരെ. എല്ലാവരുടെയും ഓർമ്മയ്ക്കും എനിക്കും ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ ഒന്നും കൂടെ പറയാം. ആദ്യം നമ്മൾ 6 മത്തി എടുത്തു, നല്ല വൃത്തിയാക്കിയ മത്തി എടുത്തു. അതിൽ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂൺ വെളിച്ചെണ്ണ, ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി അല്ലേ? ഇഞ്ചി പേസ്റ്റ് ഇതിലിട്ടില്ല. അപ്പൊ ഇത്ര ഇട്ട് നന്നായിട്ട് ഈ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മീനിനെ മിക്സ് ചെയ്ത് ആ മസാല അത്ര അതിൻ്റെ ഉള്ളിലും പുറമേ ഒക്കെ നന്നായിട്ട്
ആക്കിയതിന് ശേഷം ഇത് 2 മിനിറ്റത്തേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് നമ്മളാദ്യം രണ്ട് തക്കാളി എടുത്തിട്ടുണ്ടാകും. തക്കാളി ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലിടുമ്പോഴത്തേക്ക് അതിൻ്റെ സ്കിന്നൊക്കെ അങ്ങ് സോഫ്റ്റ് ആവും. അപ്പോൾ അങ്ങനെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടി ഒരു 2 മിനിറ്റ് തക്കാളി ഒന്ന് വാട്ടിയപ്പോഴത്തേക്ക് അതിൻ്റെ തോലൊന്ന് ചെറുതായിട്ട് പൊള്ളി മാറിയപ്പോഴത്തേക്ക് അത് ഓഫ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ സ്കിൻ പീൽ ചെയ്തു. സ്കിൻ പീൽ ചെയ്തിട്ട് അതിന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഒരു ജാറിൽ, മിക്സിയുടെ ഒരു ജാറിലെടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഒരു സവാള കഷ്ണങ്ങളായിട്ട് മുറിച്ചതും അതും ചേർത്ത് 2 പച്ചമുളക് നടുവേ കീറിയത്, അതും പകുതി കരിവേപ്പില, നമ്മൾ കുറച്ചധികം കരിവേപ്പില എടുത്തിരുന്നു, അതിൽ നിന്ന് പകുതി കരിവേപ്പിലയും കൂടെ ചേർത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അരച്ച് വെച്ചിരുന്നത് 3/4 സ്പൂൺ അതും കൂടെ ഇട്ടിട്ട് ലേശം ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വെള്ളം ചേർക്കാതെ മിക്സിയിൽ അരച്ചെടുത്തു. ഈ അരച്ചെടുത്ത പേസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഈ പാനിൽ ആദ്യം നമ്മൾ മീൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പാനിൽ ഒരു 2 സ്പൂൺ അത്യാവശ്യം എണ്ണ ഒഴിച്ചാൽ മതി, ഒരുപാട് വേണ്ട. 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് മീൻ നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്ന മീനിന് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട്, ഒരുപാട് ഡീപ്പ് ഫ്രൈ ആവാതെ ഒരുപാട് മൂത്ത് പോലെ മൊരിഞ്ഞു പോലെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് അത് എണ്ണയിൽ നിന്ന് കോരി മീനങ്ങ് മാറ്റി. എന്നിട്ട് ആ എണ്ണ മാറ്റിയിട്ട് 1 സ്പൂൺ അല്ലാതെ വെണ്ണ പാനിലെടുത്തു. എന്നിട്ട് കടുക് പൊട്ടിച്ച് ബാക്കി കരിവേപ്പില നമ്മൾ മാറ്റി വെച്ചിരുന്ന കരിവേപ്പിലയും കൂടെ അതിൻ്റെ അകത്ത് ഇട്ടതിന് ശേഷം ഇതൊന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച പേസ്റ്റ് ചേർത്തു. പേസ്റ്റിൻ്റെ പച്ചപ്പ് മണ്ണുമ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തു. ഈ വഴറ്റിയെടുത്തതിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് എന്താ പറയുക കംപ്ലീറ്റ് വഴറ്റിയെടുത്തിട്ട് അത് ഒന്ന് അതിൻ്റെ പച്ചപ്പ് മണം മാറിയാൽ മതി, ഒരുപാട് ഇങ്ങനെ ഇട്ട് മൂപ്പിക്കണ്ട. ഒന്ന് പച്ചപ്പ് മണം മാറി ഒന്ന് ചെറുതായിട്ട് മൂത്ത് തുടങ്ങിയപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷിനെ നമ്മളൊരു ഇലയിലിട്ടെടുത്തു. ഇലയിൽ നമ്മളാദ്യം എന്താ പറയുക ഈ മസാല നമ്മൾ ഈ അരച്ചെടുത്ത പേസ്റ്റിനെ സ്പ്രെഡ് ചെയ്തിട്ട് 3 മീൻ വെച്ച് ഒരു ഇലയിൽ എടുത്തിട്ട് അതിൻ്റെ മേളിൽ ഈ ഇല ആദ്യം പേസ്റ്റ് ഇടുക, അതിൻ്റെ പുറത്ത് മീൻ വയ്ക്കുക. മീൻ വെച്ചതിന് ശേഷം അതിൻ്റെ മേളിൽ വീണ്ടും ഈ മസാല പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഇല നന്നായിട്ട് മൂടി കെട്ടി ഒരു നമ്മൾ എന്താ പറയുക നാര് എന്താ പറയുക വാഴനാര് അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടിയിട്ട് വെച്ചു. അങ്ങനെ 2 പാക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു പാൻ എടുത്തു. ഒരു ശകലം എണ്ണ, ഒരു എണ്ണയുടെ ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ട്, ഇത് ശരിക്കും പറഞ്ഞാൽ ചീനിച്ചട്ടിയിൽ അല്ലെങ്കിൽ നമ്മൾ മീൻ ചട്ടിയിലാണ് ഏറ്റവും നല്ല, മൺചട്ടിയിൽ ചെയ്യാനാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഇപ്പോൾ ചെയ്തേക്കുന്നത് വെച്ചാൽ ഇവിടെ പാനിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പാനിൽ ലേശം ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഈ ഇലപ്പൊതി ഓരോ വശമായിട്ട് വെച്ച് അതിനെ മൂടി വെച്ചിട്ട് ഒന്ന് പൊള്ളിച്ചെടുക്കുക. പൊള്ളിച്ചെടുക്കുന്നത് ഒരു വശം പൊള്ളിച്ചിട്ട് മറുവശം ആക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം അപ്പുറം അപ്പുറം തിരിച്ചും മറിച്ചും ചെയ്യുമ്പോഴാണ് നമ്മുടെ മത്തി പൊള്ളിച്ചത് റെഡിയാവാൻ പോകുന്നത്. ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു വർഷം എൻ്റെ ഇടയ്ക്ക് മറിച്ചു കിട്ടും, ഞാൻ കഥ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക്. ഇപ്പം എന്താ അടുത്ത ഇങ്ങനെ ഇലയുടെ മേളിൽ നമുക്ക് എണ്ണയും വാടി വരുന്നതും കാണാം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ആ മൊരിഞ്ഞ മീനിലോട്ട് ഈ മസാല മൊത്തം ഇറങ്ങി നല്ല പരുവത്തിൽ ഇലയുടെ ടേസ്റ്റ് വാട്ടി ഒന്നത് ഇല തന്നെ നമ്മൾ എടുത്തിങ്ങനെ വാട്ടിയ ഇലയാണ്. പച്ച ഇലയാകുമ്പോൾ കീറിപ്പോവും. അതുകൊണ്ട് ഇലയൊന്ന് വാട്ടി കുറച്ച് തുമ്പ ഇല എടുക്കുന്നത് നല്ല മുറ്റിയ ഇലയല്ലാതെ തുമ്പ ഇല എടുക്കുന്നത് നമുക്കിത് പൊതിഞ്ഞെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പം അത് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പം മൊത്തത്തിൽ കുറച്ച് അധ്വാനിക്കാനുണ്ട്, പക്ഷെ അതുപോലെ ടേസ്റ്റും നല്ല വെറൈറ്റി ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് കാത്തിരിക്കാം. ഇവിടെ കുറച്ച് പൊട്ടലും ചീറ്റലും കേൾക്കുന്നുണ്ട്, അത് നമുക്ക് തുറന്നു നോക്കാം. ആയും തോന്നുന്നു അല്ലേ? ആയോ അതോ ഇനി ഉണ്ടോ? മറിച്ചിടണോ? ഒന്നും കൂടെ മറിച്ചിടാം. പെട്ടെന്നൊന്നും ആവത്തില്ല കേട്ടോ, ഇച്ചിരി സമയം എടുക്കും. ഇലയൊക്കെ ഒന്ന് ബ്രൗൺ ആയി തുടങ്ങി. ഒരു വശമായി അല്ലേ? ഇനി മറുവശം കൂടെ ഒന്നാവാൻ വേണ്ടി കാത്തിരിക്കാം. വീണ്ടും 2 മിനിറ്റ്സ്. എനിക്കൊന്ന് അടച്ചുവെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ആ കംപ്രഷൻ കൊണ്ട് കുറെ കൂടെ എളുപ്പമാവും അല്ലേ? ഓക്കെ. ആ മീന് അപ്പം ആലോചിക്കായിരിക്കും, അതിന് ആദ്യം വറുത്തു, പിന്നെ മസാല പുരട്ടി വീണ്ടും ചൂടാക്കി. ഫ്ലെയിം കൂടുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം അതിൻ്റെ ഒക്കെ ഒരു മണം വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് എടുക്കണ്ടേ ഇതിന്ന് പാക്കിന്? അപ്പോൾ പൊതി കഴിക്കണമെങ്കിൽ നമ്മൾ കുറച്ചേരം കാത്തിരുന്നേ പറ്റും. ഇതിന്റെ ചൂടൊക്കെ മാറിയാലേ നമുക്ക് അതിനെന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റും. നമുക്കൊന്ന് കത്തി കൊണ്ട് എടുക്കാം, അല്ലാതെ കൈ കൊണ്ട് ഇപ്പോൾ ഒരു രക്ഷയില്ല. ഇങ്ങനെ കെട്ടുബന്ധനത്തിൽ നമുക്ക് മോചിതമാക്കാം. ഇങ്ങനെ മസാല വരണ്ടിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ. ഇപ്പം നമ്മുടെ ഇതിൻ്റെ
എനിക്കൊന്ന് ഇത് ഇങ്ങനെ തന്നെ ഇരിക്കുന്നല്ല, അതിൽ നിന്ന് എടുത്ത് ഇനി എൻ്റെ കളയുണ്ടല്ലോ കൺസിസ്റ്റൻസി. ഇതിപ്പം മത്തിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മത്തി അല്ലാണ്ട് കരിമീനിലും ഇത് നല്ല ടേസ്റ്റ് ആണെന്നാണ് അജിതയുടെ പക്ഷം. ഇപ്പൊ നമ്മുടെ മത്തി പൊള്ളിച്ചത് ഇവിടെ റെഡിയായി. ഇത് പൊതിഞ്ഞു കെട്ടി വെക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും, പക്ഷെ പുറത്തെടുക്കുമ്പോൾ അവസാനം ഇങ്ങനെയാണ് അതിന്റെ പരുവം. അപ്പൊ നല്ല മുരിഞ്ഞും അതിൻ്റെ കൂടെ മസാലയും കൂടെ ഒക്കെ പെരണ്ടോ, അതെല്ലാം കൂടെ ഒരു കഴിക്കാൻ പറ്റിയ പരുവം. ടച്ചിങ്സിന് ഉഗ്രൻ, പറഞ്ഞില്ല എന്ന് വേണ്ട ചേട്ടന്മാരെ, അതുകൊണ്ട് ചേച്ചിമാർക്ക് ഇത് പറഞ്ഞ് ചെയ്യിപ്പിച്ചോളുക. വളരെ നല്ല ഒരു ട്രീറ്റ് കൊടുക്കാനായിട്ട് ബെസ്റ്റാണ്. ഇതിപ്പോൾ മത്തി വളരെ സുലഭമായിട്ട് കിട്ടുന്നതുകൊണ്ട് നമ്മൾ മത്തിയിൽ ചെയ്തു. പക്ഷെ ഇതുപോലെ തന്നെ കരിമീനും ചെയ്യാം. ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ, അതിൽ തേങ്ങാപ്പാൽ ലേശം നമ്മൾ മസാലയുടെ കൂടെ ചേർക്കണം എന്ന് മാത്രം. അപ്പം ഇത് ബാക്കി മീനിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പക്ഷെ ഇതെന്തായാലും ട്രൈ ചെയ്യാതിരിക്കും.